എല്ലാവർക്കും നമസ്കാരം. 26-ാം തീയതി, അതായത് മറ്റന്നാൾ ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾക്കൊന്നും ഞങ്ങൾ ആരും തയ്യാറാകുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ഞങ്ങളുടെ ഇൻ്റർവ്യൂകളിലെല്ലാം പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് പലരും ഇതിനെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഷ്ട്രീയം ഈ സിനിമയിൽ പശ്ചാത്തലം മാത്രമാണ്. ഇത് അടിസ്ഥാനപരമായിട്ടൊരു ഫാമിലി ഡ്രാമയാണ്. അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൻ്റെ കഥയാണ്. നായകനും പ്രതിനായകനും തമ്മിലുള്ള ബന്ധം, പങ്കാളികൾക്കിടയിലുള്ള ബന്ധം, സുഹൃത്തുക്കൾക്കിടയിലെ ബന്ധം, രാഷ്ട്രീയത്തിലെ സഹപ്രവർത്തകർക്കിടയിലെ ബന്ധം, അതൊക്കെയാണ് ഈ സിനിമ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയം അതിൻ്റെ പശ്ചാത്തലമാകുമ്പോൾ ചില അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ ഈ സിനിമ കടന്നു പോകും. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പ്രേക്ഷകർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് തിയേറ്ററിലെത്തുമ്പോൾ സിനിമ പൂർണ്ണമായും പ്രേക്ഷകരുടേതാണ്. അവരാണ് ഈ സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത്. പൂർണ്ണമായും പ്രേക്ഷകർക്ക് ഞങ്ങൾ ഈ ചിത്രം കൊടുക്കും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്ത 2 ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിവിൻ ടോണി, മറ്റൊന്ന് ശ്രീ ഹരിശ്രീ അശോകൻ. അദ്ദേഹം ഇതിനകത്ത് വളരെ വെറ്ററനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെയാണ്. അദ്ദേഹം വളരെ നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അദ്ദേഹമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. പിന്നീട് അതിനകത്ത് ഷറഫുദ്ദീനുണ്ട്, സായികുമാറുണ്ട്, മണിയുള്ള രാജശേഖരനുണ്ട്, വിഷ്ണു അഗസ്തിയുണ്ട്, വൈശാഖ് ശങ്കറുണ്ട്, ഞാൻ പറയും സായിയുടെ പേര്, സവിത ആനന്ദുണ്ട്, ആന ക്രിസ്റ്റ്യനുണ്ട്. ഞങ്ങൾ 2 പെൺകുട്ടികളെ സിനിമ പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് നീതു കൃഷ്ണ, മറ്റൊന്ന് അനീന. RJ ബിജിത പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു. അതുപോലെ നിഷാൻ സാഗർ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒട്ടനവധി മികച്ച കലാകാരന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒപ്പം സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെയും വലിയ പ്രാഗൽഭ്യമുള്ളവരാണ്. ചന്ദ്രു ശെൽവരാജാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനോജാണ് എഡിറ്റർ. ജസ്റ്റിൻ വർഗീസാണ് മ്യൂസിക്. ഷാജി നടുവിലും അജീം ചേർന്നാണ് കലാസംവിധാനം. സിജിയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ എഡിറ്റർ. റോണിക്സ് ആണ് ഇതിൻ്റെ മേക്കർ. സൗണ്ട് ഡിസൈൻ വിഷ്ണു സുജാതനുണ്ട്. സിദ്ധാർത്ഥൻ വിഷ്ണു സുജാതനും ചേർന്നിട്ടാണ് സൗണ്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ മലയാളത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക കലാകാരന്മാർ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ എനിക്ക് ഈ വൈകുന്നേരം പറയാനുള്ളൂ. ഞാൻ ഉണ്ണിയേട്ടനോട് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു 40 വർഷം കഴിഞ്ഞ സിനിമയിൽ 350 സിനിമ അടുത്തായി. പക്ഷെ ഒരുപാട് രാഷ്ട്രീയക്കാരൻ്റെ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷം കിട്ടിയിരിക്കുന്നത്. ഇതുപോലൊരു വേഷം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പിന്നെ സിനിമ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പറയുന്നത് മാത്രം ഫാമിലിയാണ് ശരി. സിനിമ രാഷ്ട്രീയം അതിനകത്ത് പറയുന്നു, അതിലൂടെ കടന്നു പോകുന്ന ഫാമിലി സബ്ജക്റ്റാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ക്യാമറ ഗംഭീര ഒരു ക്യാമറമാനാണ്. പിന്നെ മേക്കിംഗ് ഞാൻ കുറേ പറഞ്ഞില്ല, ഇത്രയും സിനിമകൾ അഭിനയിച്ചെങ്കിലും ഞാൻ ഇതുപോലൊരു ഡയറക്ഷനിൽ ഞാൻ കൊണ്ടുവരുന്നോട് പറയുന്നതല്ല ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കാരണം കുറേ ഡയലോഗുകൾ ഞാനത് പറയാനുള്ള കുറേ ഡയലോഗുകൾ ഞാൻ ബൈഹാർട്ട് പഠിച്ച് വെച്ച് അതിങ്ങനെയായിരിക്കും എടുക്കുന്നത്. ഇത്ര സിനിമകൾ അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാനിങ്ങനെ മനസ്സിലത് പഠിച്ചു വെച്ചു. പക്ഷെ ഉണ്ണിയേട്ടനത് എടുത്ത് വേറൊരു പാറ്റേണിലാണ്. അപ്പം അങ്ങനെ ഞാനത് പഠിച്ചു വെച്ചതിൻ്റെ വിഷമം കൊണ്ടല്ല ഞാൻ പറയണത്.
അതല്ലാതെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭംഗി സ്ക്രീനിൽ കാണാൻ പറ്റി, ഭയങ്കരമായിട്ട് അഭിനയിക്കാനും പറ്റി, ഭയങ്കരമായിട്ടും തന്നെ എൻ്റെ കഴിവനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ ഷോട്ട്, സിനിമയിലെ ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ശരിയായോ, പറഞ്ഞു ഓക്കെ ഓക്കെ. അങ്ങനെ അത് ആ ക്യാരക്ടറിലേക്ക് കയറാൻ ഒരു ദിവസം കേട്ടി വന്നു. പക്ഷെ പിന്നീട് അങ്ങനെ കുറേയും കൂടി സപ്പോർട്ടോടുകൂടി എല്ലാവരും സപ്പോർട്ട്. ഇപ്പോൾ നിവിനും ഒക്കെ ചെയ്തേക്കുന്നത് ഞാനിപ്പോൾ ഇതിലോട്ട് പറയുന്നതല്ല, നിവിൻ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ. കാരണം അത്ര ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് നിവിൻ, ഷറഫുദ്ദീൻ, മേനോൻ സാർ. മേനോൻ സാറിൻ്റെ പ്രത്യേക നമ്മളിതുവരെ കണ്ടിട്ടുള്ള മേനോൻ സാറില്ല, സായികുമാർ, ഷറഫുദ്ദീൻ എല്ലാവരും. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഇതിൻ്റെയൊക്കെ അഭിപ്രായം കണ്ട പ്രേക്ഷകരാണ് അത്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരുമാണ്. നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായാൽ ഏത് സിനിമയും വിജയിക്കും. ഇതിൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങളുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അത് കോൺഫിഡൻസ് തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. 2019 തുടങ്ങിയ ഞങ്ങൾ ഇഷ്ടം അത് അദ്ദേഹം പറഞ്ഞല്ലോ. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ ആരംഭ ചർച്ച, പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇത് ഷാരിസ് മുഹമ്മദ്, നമ്മളുടെ ജനഗണമനയൊക്കെ എഴുതിയ ഷാരിസ് മുഹമ്മദ് എൻ്റെ അടുത്ത് 2019 കഥ നരേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് വന്നത്, ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ, സീൻ റഫ് ഓർഡർ. പക്ഷെ അതിനകത്ത് ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഷാരിസിനോട് പറഞ്ഞു, ഷാരിസ് ഈ മൊമെന്റ് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എഴുതിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അപ്പോൾ ഷാരിസിനോട് പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. എനിക്ക് 2019 തന്നെ നിവിനുമായിട്ട് ഞങ്ങൾ ചർച്ച തുടങ്ങിയതാണ്. പിന്നെ ഈ പറയുന്ന പോലെ സിനിമയാണ്, അതിന് സംഭവിക്കേണ്ട ഒരു സമയമുണ്ട്. ഈ സിനിമ അപ്രതീക്ഷിതമായിട്ട് നിവിന് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നിവിന് ഞാനും കൂടി എടുത്തൊരു തീരുമാനം, 100 ദിവസം ഷൂട്ട് ചെയ്തു, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നിങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ വിഷു സ്കൂൾ അടയ്ക്കുന്ന പീരീഡാണ്. അപ്പോൾ തന്നെ ഇലക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകസ്മികത അതിനകത്തുണ്ട്, കോയിൻസിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്കത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നത്. അതേപോലെ ഇപ്പൊ അന്ന് ട്രെയിലറിന്റെ എന്ന സാറ് പറയാറുണ്ട്, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, എന്തുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേൾക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പം അതിനകത്ത് എന്തോ ഒരു സ്പാർക്ക് ഉണ്ട് എന്നൊരു ഇവരൊക്കെ എന്തിനാണ് ആ സിനിമയ്ക്ക് എന്ത് സംഗതി വന്നാലും അത് എഴുതി സംവിധാനം ചെയ്ത ഒരാൾ, അതിന്റെ പ്രൊഡക്ഷനിൽ കൂടി ഭാഗമായ ഒരാൾ എന്ന നിലയിൽ ആ സിനിമയുടെ ഉത്തരവാദിത്വം ഞാൻ തന്നെയല്ലേ ഓൺ ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ ഒരു പിന്നെ എന്താണ്, എന്തു വന്നാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്ര വലിയ മുതൽ മുടക്കുള്ള ഒരു സിനിമ ഇത്രയും വിഷമം പിടിച്ചൊരു സാഹചര്യത്തിൽ, ഇപ്പൊ നമുക്കറിയാം OTT ബിസിനസിന്റെ കാര്യം അറിയാം, നമ്മുടെ ഗൾഫിൽ നടക്കുന്ന ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്രയും വലിയൊരു സിനിമയായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വലിയൊരു റിസ്ക് ഉണ്ട്. അത് ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത്. മീഡിയ ചിത്രം വന്നതോടെ എനിക്കൊന്നും ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. അപ്പം കലയിലൂടെ ഈ രാഷ്ട്രീയം പറയേണ്ട ആവശ്യം ഇപ്പം നിലവിലില്ല എന്ന് കരുതുന്നു. പോസ്റ്റ്മാന്റെ പണി ചെയ്യേണ്ട കാര്യമില്ല, ഒരു മെസ്സേജ് എടുത്തുകൊണ്ട് ഡെലിവറി ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പ്രത്യേക വൈകാരിക മുഹൂർത്തമുണ്ട്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിലാണ് ഹുക്ക്ഡായത്. ഞാൻ എൻ്റെ കഥ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയോ അതിൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്തത്. മറ്റൊരു കൺസേൺസും അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിവിൻ ചേട്ടൻ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, ബ്രേക്ക് ഇല്ലാതെ ഷൂട്ടിന് പോകാമെന്ന് പറഞ്ഞപ്പം സാറ് അത് സംബന്ധിച്ച് ബ്രേക്ക് വേണം, പ്രായമുള്ള ആളുകളുണ്ട്, അവർക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അത് ഭയങ്കര കണക്ട് ചെയ്ത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നി ആ ഒരു സംഭവം. അപ്പം കാരണം എല്ലാവരിലും സാറ് എല്ലാവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം ഇത്രത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, 6000 ആളുകളോട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം ഹാർഡായിരുന്നു വർക്ക് ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് അത് എൻ്റെ ഒരു മഹത്വമായിട്ടൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. അത് അങ്ങനെ വേണം സിനിമ. ഞാൻ 18 വർഷമായിട്ട് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ വളരെ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. അവർക്കൊക്കെ രോഗങ്ങളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സിനിമയ്ക്ക് ഒരു സമയവ്യവസ്ഥയുണ്ട്. ആ സമയവ്യവസ്ഥ പാലിക്കപ്പെടണം. അത് ഏത് സെറ്റിലായാലും പാലിക്കപ്പെടണം. എൻ്റെ സെറ്റിലത് ഞാൻ പാലിക്കുന്നു, ബാക്കിയുള്ള സെറ്റിലുകളിൽ ബാക്കിയുള്ളവർ ഇത് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്രൗഡൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് ഇതിൻ്റെ ഒരു
പ്രോജക്റ്റ് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത്. ഏതാണ്ട് 100 ദിവസം കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വലിയ വലിപ്പമുള്ളൊരു സിനിമയാണ്. അതിൻ്റേതായിട്ടുള്ള വൈഷമ്യങ്ങളുമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ആനന്ദമുണ്ട് ഈ സിനിമയ്ക്ക്. ഇതിലെ മുഖ്യമന്ത്രി കഥാപാത്രത്തിന് ഒരേപോലെ ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ കെ കരുണാകരന്റെയും ഒരു ഹൈബ്രിഡ് സ്വഭാവമുണ്ട് എന്ന് പല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി സ്വഭാവം ഏറെക്കുറെ നമുക്ക് ട്രെയിലറിലൂടെ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ കെ കരുണാകരനുള്ള നേതാവ് അനുഭവിച്ച യാതനകളുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ദിവസം ഒരു പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലാണെന്ന് പറയുന്ന കരിങ്കാലിയാക്കപ്പെട്ട അങ്ങനെ ഒരുപാട് വ്യവസ്ഥകളിലൂടെ കടന്നു ഒരു കെ കരുണാകരൻ നേതാവ് കൂടിയുണ്ട്. അങ്ങനത്തെ കെ കരുണാകരൻ അനുഭവിച്ച വ്യാപാരങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കഥാപാത്ര നിർമ്മിതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഉദാഹരണം പറയണമെങ്കിൽ ലീഡർ കെ കരുണാകരനോട് ഒരിക്കൽ പത്രക്കാരൻ ചോദിച്ചു, അന്ന് ഇത്രയും നാളായല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം അങ്ങ് എന്താണ് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി നേരെ തിരിഞ്ഞു നോക്കി. നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഈ ഭിത്തിക്കകത്ത് ഇങ്ങനെ ഒരു പടമാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു കെ കരുണാകരനുണ്ട്, ഭയങ്കര ടങ് ഇൻ ചീക്കായിട്ട് സംസാരിക്കുന്നത്. അത്തരം ചില ട്രെയിൻസ് ഈ കഥാപാത്രത്തിനുണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എനിക്ക് മാത്രമല്ല, എനിക്ക് മുമ്പ് വന്ന വലിയ ചില കഥാപാത്രങ്ങളുണ്ട്, രഞ്ജിത് പണിക്കരായാലും ദാമോദരൻ മാഷായാലും ഒക്കെ. അപ്പം നമുക്കിത് സമൂഹത്തിൽ നിന്നും നമ്മൾ കാണുന്ന ആളുകളിൽ നിന്നുമാണ് നമ്മൾ ഇതിൻ്റെ എലിമെൻസ് സ്വീകരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരല്ലാതെ അതിനകത്ത് ഒരുപാട് ഫിക്ഷൻ. ഇപ്പം നമുക്ക് നിങ്ങൾ എപ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളും ഒരു മകനുമാണ്. ഈ സിനിമയിൽ 2 ആൺകുട്ടികളാണ്. പക്ഷേ ഇങ്ങനത്തെ തരത്തിലുള്ള നന്മയുടെ സത്തുണ്ടല്ലോ. ഇപ്പോൾ കെ കരുണാകരൻ വികസനത്തിനോടൊപ്പം ചേർന്ന് നിന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞ അദ്ദേഹത്തിനോട് കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞ നന്മ വശം, അതൊക്കെ ശരിക്കും സിനിമാറ്റിക്കലിയും കൂടി യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു നന്മയുടെ ആർക്ക് കൊടുക്കാവുന്ന ഏരിയ അല്ലേ എന്നാ ചോദിക്കും. അത് നമുക്ക് നോക്കാം, സിനിമ കാണാം, ഒരു ദിവസം കൂടി അല്ലേ.